ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ്റഗ്രൽ 0 to π/4 log 1 + tan x dx. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യണേ. എങ്ങനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം? log 1 + tan x-നെ നേരിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നമുക്കറിയില്ല. നേരിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നേരിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യുന്നു. അതാണ് മെത്തേഡ്. നേരിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ പ്രോപ്പർട്ടി 0 to π/4 log 1 + tan x dx ഇതാണ് വേണ്ടത്. അതിന്ന് ഡിനോട്ട് ചെയ്യാം. ഇൻ്റഗ്രൽ 0 to a ഫോമിലാണല്ലോ. നമുക്ക് പ്രോപ്പർട്ടി പ്രകാരം എന്താണ് പ്രോപ്പർട്ടി എന്നറിയാലോ. എന്താണ് പ്രോപ്പർട്ടി? എക്സ് ഈസ് റീപ്ലേസ്ഡ് ബൈ π/4 മൈനസ് എക്സ്. ഇതാണ് പ്രോപ്പർട്ടി. അപ്പോൾ ഇവിടെ ആ പ്രോപ്പർട്ടി ഉപയോഗിക്കാൻ കാരണം ഇത് ഇൻ്റഗ്രൽ 0 to a ഫോമിലാണ്. 0 to a ആയതുകൊണ്ട് റീപ്ലേസിങ് എക്സ് ബൈ a മൈനസ് എക്സ് അഥവാ π/4 മൈനസ് എക്സ്. അപ്പോൾ എക്സ് കാണുന്നിടത്ത് π/4 മൈനസ് എക്സ് എഴുതണം. 0 to π/4 log 1 + tan π/4 മൈനസ് എക്സ്. ശരിയല്ലേ? ഞാൻ ചെയ്ത കാര്യം കറക്റ്റ് അല്ലേ? ഈ എക്സിന് പകരം ഞാൻ π/4 മൈനസ് എക്സ് എഴുതി. ശരി തന്നെയാണ് എഴുതിയത്. നമുക്കിത് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇനി ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കണമല്ലോ. 0 to π/4 log 1 + ഇത് ഏത് ഫോമില? ടാൻ a മൈനസ് ബി ഫോമിലാണ്. ട്രിഗണോമെട്രി പഠിച്ചിട്ടുണ്ടല്ലോ, എക്സ്പാൻഷൻ. സൈൻ a + b സൈൻ a മൈനസ് ബി പോലെ ടാൻ a + b ടാൻ a മൈനസ് ബി ട്രിഗണോമെട്രി പഠിച്ചിട്ടുണ്ട്. ഇത് ടാൻ a മൈനസ് ബി ഫോമിലാണ് വന്നിരിക്കുന്നത്. ടാൻ a മൈനസ് ബിയുടെ ഫോർമുല എന്താണ്? ഞാൻ ഇവിടെ എഴുതാം. ടാൻ a മൈനസ് ടാൻ ബി അഥവാ ടാൻ π/4 മൈനസ് ടാൻ എക്സ്. ടാൻ a മൈനസ് ടാൻ ബി ഡിവൈഡഡ് ബൈ 1 + ടാൻ a ടാൻ ബി. ഇങ്ങനൊരു ഫോർമുല ഓർമ്മയുണ്ടോ? ട്രിഗണോമെട്രി പഠിച്ചിട്ടുണ്ട് ഇത്. ഇങ്ങനൊരു ഫോർമുല. ദിസ് ഈസ് ടാൻ a മൈനസ് ബി ഫോം. ടാൻ a മൈനസ് ടാൻ ബി ബൈ 1 + ടാൻ a ടാൻ ബി. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ 0 to π/4 log 1 + ടാൻ π/4 1 ആണ്. ടാൻ 45 1 അല്ലേ? ഇവിടെ 1 മൈനസ് ടാൻ എക്സ് വരും. 1 മൈനസ് ടാൻ എക്സ് ന്യൂമറേറ്ററിൽ വരും. താഴെ 1+ അല്ലേ? 1+ ടാൻ π/4 1 ആണെന്നല്ലേ പറഞ്ഞേ? ഇവിടെ 1 × ടാൻ എക്സ് 1 × ടാൻ എക്സ് ടാൻ എക്സ് ഡി എക്സ്. ഇത് ആഡ് ചെയ്യുമ്പോൾ 0 to π/4 log. ഇത് ആഡ് ചെയ്യുന്നത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വഴിയല്ലേ? അതായത് 1 × 1 + ടാൻ + 1 മൈനസ് ടാൻ. 1 × 1 + ടാൻ 1 + ടാൻ തന്നെയാണ്. പ്ലസ് 1 മൈനസ് ടാൻ. ഓൾ ഡിവൈഡഡ് ബൈ താഴെ 1 + ടാൻ എക്സ് ഡി എക്സ്. ഇങ്ങനെ കിട്ടും. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഇൻ്റഗ്രൽ 0 to π/4 log ന്യൂമറേറ്ററിൽ പ്ലസ് ടാനും മൈനസ് ടാനും ക്യാൻസൽ ആവും. 1 + 1 2 ആവും. 2 ഡിവൈഡഡ് ബൈ 1 + ടാൻ എക്സ് ഡി എക്സ് കിട്ടി. ഇത് ശരിയാണല്ലോ? ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ അറിയില്ല. ഇത് ടിക്ക് ചെയ്തത് ഐ അല്ലേ? ഈ അവസാനം കിട്ടിയിരിക്കുന്നതും ഐ തന്നെയല്ലേ? ഐ വെച്ച് തുടങ്ങിയാൽ മിക്കവാറും എല്ലാ പ്രോബ്ലത്തിലും നമ്മൾ 2i കാണും. സോ ഈ ടിക്ക് ചെയ്ത് രണ്ട് ടേംസും ആഡ് ചെയ്താൽ 2i കിട്ടും. 0 to π/4
അവിടെ വന്നിരിക്കുന്നത് ലോഗ് 1 പ്ലസ് ടാൻ എക്സ്, ഇവിടെ വന്നിരിക്കുന്നത് ലോഗ് 2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ എക്സ് ഡി എക്സ് അല്ലേ. ദിസ് എക്സ്പ്രഷൻ പ്ലസ് ദിസ് എക്സ്പ്രഷൻ 2y ആയല്ലോ. അപ്പോൾ ഇത് ഇൻ്റഗ്രൽ 0 ടു പൈ ബൈ 4. നമുക്കറിയാമല്ലോ ഇത് ലോഗ് എ പ്ലസ് ലോഗ് ബി, ശരിയാണോ? വായിച്ചു നോക്കിയാൽ ഒന്നുകൂടി. ലോഗ് എ പ്ലസ് ലോഗ് ബി, ലോഗ് എ പ്ലസ് ലോഗ് ബി ലോഗ് എ ബി ആണ്. അപ്പോൾ 1 പ്ലസ് ടാൻ എക്സ് ഇൻറ്റു 2 ബൈ 1 പ്ലസ് ടാൻ എക്സ്. അതെങ്ങനെ വന്നതെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ലോഗ് എ പ്ലസ് ലോഗ് ബി ലോഗരിതം ഓഫ് എ ഇൻറ്റു ബി ആണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ 1 പ്ലസ് ടാനും 1 പ്ലസ് ടാനും വെട്ടിപ്പോവും. ലോഗ് 2 വരും, ലോഗ് 2 ലോഗ് 2 ഡി എക്സ് അല്ലേ. ലോഗ് 2 കോൺസ്റ്റൻറ്റ് ഞാൻ പുറത്തോട്ട് എടുക്കുകയാണ്. 0 ടു പൈ ബൈ 2 1 ഡി എക്സ് എന്ന് എഴുതിയാലോ. ഇവിടെ ഒരു ഡി എക്സ് ഉണ്ട്. ഓക്കെ, ശരിയല്ലേ? ഇവിടെ വെട്ടിപ്പോയിട്ട് ലോഗ് 2 ഡി എക്സ് ആണല്ലോ. ലോഗ് 2 ഒരു ഫിക്സഡ് നമ്പർ ആണല്ലോ. ലോഗ് 2 പുറത്തോട്ട് പോയി. 0 ടു പൈ ബൈ 2 അല്ല, പൈ ബൈ 4 ആണ്. ഓക്കെ, 1 ഡി എക്സ്. അപ്പോൾ ലോഗ് 2 ഇൻറ്റു 1 ഇൻ്റഗ്രൽ എക്സ് ആണ് അല്ല, ഇൻ്റഗ്രൽ 1 എക്സ് ആണ്. 0 ടു പൈ ബൈ 4. ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പർ ലിമിറ്റ് പൈ ബൈ 4 മൈനസ് 0 കൊടുക്കുക. ലോഗ് 2 ഇൻറ്റു പൈ ബൈ 4 മൈനസ് 0 ഞാൻ എഴുതുന്നില്ല. ലോഗ് 2 ഇൻറ്റു പൈ ബൈ 4 മൈനസ് 0. സോ ഇത് ചെയ്ത് വരുമ്പോൾ പൈ ബൈ 4 ലോഗ് 2 എന്നാണ് കിട്ടുന്നത്. ആൻസർ ആയിട്ടില്ല. ഈ എഴുതിയിരിക്കുന്ന ആരാണെന്ന് അറിയാമോ? 2y ആണ് ഈ ചെയ്തുകൊണ്ടിരുന്നത്. 2y ആണ് പൈ ബൈ 4 ലോഗ് 2 കിട്ടിയത്. i ആണ് വേണ്ടത്. 2y പൈ ബൈ 4 ലോഗ് 2 ആണ്. 2 അങ്ങോട്ട് എടുക്കുമ്പോൾ i ഈക്വൽ ടു പൈ ബൈ 8 ലോഗ് 2 കിട്ടും. i ഈക്വൽ ടു പൈ ബൈ 8 ലോഗ് 2. ഓക്കെ.